ഒരു മുറിയുടെ നീളം വീതിയുടെ 3 മടങ്ങാണ്. ചുറ്റളവ് 120 മീറ്റർ ആയാൽ വിസ്തീർണം എത്ര? അപ്പം മുറിയുടെ നീളവും വീതിയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, അത് തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട്. നീളം വീതിയുടെ 3 മടങ്ങാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത് മുറിയുടെ ആകൃതി ചതുരാകൃതിയാണ്. അപ്പം ചതുരത്തിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം തന്നു, അതിൻ്റെ ചുറ്റളവും തന്നിട്ടുണ്ട്. നമുക്ക് ചതുരത്തിൻ്റെ വിസ്തീർണം കാണണം. അപ്പം നമുക്ക് വീതിയുടെ 3 മടങ്ങാണ് നീളം. അപ്പോൾ ഇതിൽ ചെറുത് ഏതാ? വീതിയാണ്. അത് എക്സ് എടുക്കുക. ചതുരത്തിൻ്റെ വീതി അഥവാ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ നീളം അഥവാ ലെങ്ത്ത് എന്തായിരിക്കും? ഇതിൻ്റെ 3 മടങ്ങ് 3x. ഇനി നമുക്ക് ചുറ്റളവ്, അതായത് പെരിമീറ്റർ, ചുറ്റളവ് തന്നിട്ടുണ്ട്. എത്രയാണ്? 120 മീറ്റർ ആണ്. പെരിമീറ്റർ 120 മീറ്റർ. ഇനി ചുറ്റളവ് കാണുന്നുള്ള സൂത്രവാക്യം, ചതുരത്തിൻ്റെ ചുറ്റളവ് സൂത്രവാക്യം 2 ഇൻറ്റു നീളം പ്ലസ് വീതി, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് ചുറ്റളവ്. അത് 120 ആണ്. 2 ഇൻറ്റു നീളവും വീതിയും നമുക്ക് വില കൊടുക്കുക. നീളവും വീതിയും എത്രയാണ്? എക്സും 3x. അപ്പോൾ 3x പ്ലസ് എക്സ് സമം 120. 2 ബ്രാക്കറ്റ് ഇട്ട് ഇൻറ്റു എന്നർത്ഥം. 3x-ഉം 1x-ഉം കൂട്ടിയ 4x. 2 ഇൻറ്റു 4x സമം 120. ഗുണിച്ചാൽ 8x സമം 120. എക്സ് എങ്ങനെ കാണുക? 120/8. 120/8 15/8 120. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സിൻ്റെ വില കിട്ടിയാൽ നമുക്ക് ഇവിടെ നോക്കാം. വീതി എക്സ് ആണ്, അതായത് എത്രയാണ്? എക്സിൻ്റെ വില 15. അപ്പോൾ വീതി 15 മീറ്റർ. ഇനി നീളം അതിൻ്റെ 3 മടങ്ങ്. വീതി എത്രയാണോ അതിൻ്റെ 3 മടങ്ങ്. ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക. 3 15 45 മീറ്റർ. നമുക്കിപ്പോൾ വീതി നീളവും കിട്ടി. നമുക്ക് കാണേണ്ട ഏരിയ കാണണം, വിസ്തീർണം. ചതുരത്തിൻ്റെ വിസ്തീർണം കാണുന്ന സൂത്രവാക്യം ഏരിയ കാണുന്നതിന് L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാം. എത്രയൊക്കെയാണ്? 15 ഇൻറ്റു 45 ഗുണിക്കുമ്പോൾ 15 75 ശിഷ്ടം 7. 15 4 60 7 67. 675 ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ. അപ്പോൾ ഉത്തരം വിസ്തീർണം 675 ചതുരശ്ര മീറ്റർ.